ഇവിടെ പോയി എന്താ കളിക്കുന്നത്? കൊച്ചിന് ഷുഗർ കേട്ടോ. പോന്നേ വിളിക്കുന്നുണ്ടെന്ന് അച്ഛൻ വെളിയിലുണ്ട് കേട്ടോ. ഇരിക്കണം കേട്ടോ. വിളിക്കുന്നായിട്ട് ഇരിക്കോ? അച്ഛൻ പോകുന്നില്ല കേട്ടോ. വിളിക്കുന്നുണ്ട് അച്ഛൻ വെളിയിലുണ്ട് കേട്ടോ. കരയല്ലേ? കരയണ്ട കേട്ടോ. അച്ഛൻ പുറത്തുണ്ട്. അച്ഛൻ എന്തായാലും പോയില്ല കേട്ടോ. കരയുന്ന ടീച്ചറോട് സമ്മാനം തരാം. തരാലോ. കഴിച്ചോ കേട്ടോ. മുന്തിരിയാണോ പ്രശ്നം? കഴിച്ചോ കേട്ടോ. കരയണ്ട കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനാണോ മൂന്നായിട്ട് പൊട്ടിക്കാനാ? പൊട്ടിച്ചു തരാം. ഒന്ന്, രണ്ട്, മൂന്ന്. കേട്ടോ. നീ കരയുന്നേ? ഇത് വീണ്ടും പഴയ പോലെ ആക്കി കരയില്ലേ? നിങ്ങൾ കരയാതിരുന്നാല് ടീച്ചർ ഇനി ഒരു സമ്മാനം കൂടെ നിങ്ങൾക്ക് തരും. അതെന്താ? ഇവിടെ സീനിയറായിട്ട് പഠിക്കുന്ന ക്രിസ്റ്റോ എന്ന് പറയുന്ന ചേട്ടന്റെ ഒരു കലാപരിപാടി. നിങ്ങക്ക് മിമിക്രി ഇഷ്ടാണോ? എങ്കില് പഴയ സിനിമാ നടൻ ജയൻ മാമനെ അറിയാവോ? അറിയാം. മിടുക്കാ. എങ്കില് ആ ജയന്റെ രൂപത്തിലാണ് നമ്മുടെ ക്രിസ്റ്റോ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഞാൻ വിളിക്കട്ടെ? മോനെ ക്രിസ്റ്റോ. കസ്തൂരി മാന്മി മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാന്മി മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഇനി നമ്മുടെ ക്രിസ്റ്റോ ചേട്ടൻ വരുന്നത് പഴയകാല നടനായ സത്യന്റെ രൂപത്തിലാണ്. സത്യം. ചേട്ടനെ വിളിക്കാം. ക്രിസ്റ്റോ. കറുത്ത മണവാട്ടി കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിരേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിരേ കൂട്ടിനിണയല്ലേ കൊഞ്ചുമൊഴിയല്ലേ കൂടെ വരൂ. ടീച്ചറെ ഒരു മിനിറ്റ്. ആരും ഒച്ച ഉണ്ടാക്കല്ലേ? ഹലോ ശകലം. പ്രിയമുള്ള കുട്ടി സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പല പല ലഡുകൾ തന്നും ബലൂണുകൾ തന്നും അവർ നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ലഡുവും മിഠായും ഒക്കെ നാളത്തെ കരച്ചിലിന്റെ മുന്നോടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലഡു തന്ന ആ പെടുവിനെ ഒരു കാരണവശാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. അതിനെതിരെ ശക്തമായി
എതിരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. 1, 2,